അത്യാവശ്യമായിട്ട് കാണണം. എന്ത് പറ്റുമോളെ? എന്താ കാര്യം? ഞാൻ പറയാം. മോളുവാ, ഞാൻ വീട്ടിലുണ്ട്. ഓക്കെ. അങ്കിൾ, ഐ വാസ് റോബ്ഡ്. ഇത്രേ ഉള്ളൂ? ഇതിനാണോ നീ എന്നെ രാത്രി തന്നെ കാണണമെന്ന് പറഞ്ഞേ? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. ഇത് നമുക്ക് പരിഹരിക്കാം, നീ കാര്യം പറ. ജോണും ഞാനും കഴിഞ്ഞ ദിവസം ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പ്രായമുള്ള ഒരാളായിരുന്നു. എന്നിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുടിക്കാൻ അയാൾ കുറച്ച് ജ്യൂസ് തന്നു. അയാൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ഇൻ്റർവ്യൂ ആയിരുന്നു. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു കുറച്ചൊന്ന് മയങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റപ്പോഴും അറിയുന്നത് ഞങ്ങളുടെ കുറച്ച് ക്യാഷും പിന്നെ 2-3 പെൻഡ്രൈവും ഒക്കെ കാണാതെ പോയിന്ന്. അയാളെയും കാണാനുണ്ടായിരുന്നില്ല. ആരായി വിദ്വാൻ? അയാളുടെ പേര് ആമോസ്. ആമോസ്? ഈ പേര് ഞാൻ എവിടെയോ... ആമോസ് അലക്സാണ്ടർ. ആമോസ് അലക്സാണ്ടറോ? മോളെ, എനിക്കറിയാം ഇത് നിന്റെ ജോലിയുടെ ഭാഗമാണെന്ന്. പക്ഷെ ഇങ്ങനൊരു റിസ്ക് എടുക്കുമ്പോൾ നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല അങ്കിൾ. എന്നിട്ട് അയാളൊരു ജ്യൂസ് തന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും അത് കുടിച്ചു. രണ്ടുപേരുടെയും ബോധം പോയി അല്ലേ? എന്നിട്ട് നിന്റെ കൂടെ ജോൺ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ജോൺ ഇവിടെ? അതോ ഇനി ഇതിൻ്റെ പേര് നിങ്ങൾ രണ്ടുപേരും കൂടെ? അതാണോ നീ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നേ? ഞാനേ ജോണിനെ ഒന്ന് വിളിക്കാം. അങ്കിൾ, ജോണിനെ എന്നെ വിളിക്കണ്ട. വിളിക്കണ്ടേ? എന്താ? ഇതിൽ ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മളൊരു കാര്യം ചെയ്യ്, നമ്മളിവിടുത്തെ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ഒരു വേണ്ട അങ്കിൾ, കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അങ്കിൾ തന്നെ അയാളൊന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി. അല്ല മോളെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ... പ്ലീസ്. ഓക്കെ. ഒടുവിൽ ഞാൻ പിടിക്കപ്പെട്ടു. പിന്നെ മർദ്ദനങ്ങളുടെ ദിവസങ്ങളായിരുന്നു. കോടതി, നിയമം, ശിക്ഷ. പിന്നെ 8 കൊല്ലം ജയിലില്. അമ്മയോടും കാമുകിയോടുമുള്ള നിങ്ങളുടെ വെറുപ്പാണ് നിങ്ങളുടെ സ്ത്രീവിരോധത്തിന് കാരണമെന്നാണോ പറഞ്ഞു വരുന്നത്? പക്ഷേ നിങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തെ സാധൂകരിക്കാൻ സ്വയം കണ്ടെത്തുന്ന കാരണങ്ങളല്ലേ അത്? എനിക്ക് മാത്രം അർഹതപ്പെട്ട സ്നേഹം വില പറഞ്ഞ് പലർക്ക് പകുത്തു നൽകിയ അമ്മയും പ്രണയമെന്ന് പറഞ്ഞു വന്ന കാമുകിയും വഞ്ചിച്ച്. അപ്പോൾ ആ വർഗത്തെ വെറുക്കാൻ എനിക്ക് വേറെ വല്ല കാരണവും വേണോ? പിന്നീട് വെറുപ്പായിരുന്നു. ശ്രയണതയുള്ള എന്തിനോടും പകയായിരുന്നു മേരി, പക. ഐ ലൈക്ക് യുവർ ജെൻഡർ, ബട്ട് ഐ ഹേറ്റ് യുവർ ഇമോഷണൽ ബിട്രയൽ. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലേ,
മഹേഷ് സാറിന്റെ പ്രപ്പോസൽ കളയണ്ട. മതി സാറേ, മേരി ഓക്കെ ആട്ടോ. സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ സാർ ഈ വരുന്ന ജൂലൈ 16 ജോയിൻ ചെയ്യത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്താലോ? ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു. ആയിരത്തി 1982 ശേഷം വീണ്ടും ഒരു 5 കേസുകളിൽ കൂടി നിങ്ങൾ പ്രതിയാകുന്നു. 3 എണ്ണത്തിൽ ശിക്ഷിക്കപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് 12 വർഷം ജയിലിൽ. 98 ജയിൽ മോചിതനാകുന്നു. അതെ, ജൂലൈ 12 ഫ്രാൻസ് ലോകകപ്പ് സ്വന്തമാക്കിയ ദിവസം. ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഒരു ബിരുദം എടുത്തു. വീണ്ടും ഒരു കേസ് കൂടി. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ നിങ്ങളെ വിട്ടയക്കുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഒരു സഞ്ചാരം നടത്തി. പല നാടുകളിൽ, പല വേഷങ്ങളിൽ. തമിഴ്നാട്ടിലൊരു ഹോട്ടൽ സപ്ലയർ, കർണാടകയിൽ ഒരു ബിസിനസ്മാൻ, പിന്നെ ബോംബെയിൽ കുറച്ചാൾ ഇരുമ്പ് പണിക്കാരനായിട്ട് ജോലിയെടുത്തു. കൽക്കട്ടയിൽ ഞാൻ റിട്ടയർഡ് മേജറായിരുന്നു കേട്ടോ. മേരി പറഞ്ഞ കേസുകൾ നിയമത്തിൻ്റെ കണക്കിലാണ്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ അതിലും കൂടുതലാ. സ്ത്രീകളോടുള്ള ആസക്തിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിന് തയ്യാറുള്ളവരുടെ അടുത്ത് പോകാമായിരുന്നില്ലേ? ഈ ദാനം കിട്ടുന്നതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? അധ്വാനിച്ച് നേടണം. അതല്ലേ കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഞാൻ ബന്ധപ്പെട്ട സ്ത്രീകളോ ഞാനോ തെറ്റ് ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. എല്ലാവരുടെയും ജീവിതത്തിലെ പോലെ എൻ്റെ ജീവിതത്തിലെ ചില നല്ല നിമിഷങ്ങൾ, അവരുടെ ജീവിതത്തിലെ ചില മോശം നിമിഷങ്ങൾ, അതും അവരങ്ങനെ കരുതിയ മാത്രം. അല്ലെങ്കിൽ മറ്റെല്ലാ ദിവസവും പോലെ മറന്നു പോകേണ്ട ഇന്നലകൾ മാത്രമാണ്. മറിച്ചുള്ളതെല്ലാം സങ്കല്പത്തിൽ തീർക്കുന്ന പവിത്രതയും പരിശുദ്ധിയൊക്കെയാണ്. വഴങ്ങാനും എത്തോടൂ സ്റ്റീഫൻ? സാറേ, ഒരു 20 മിനിറ്റാണ് കാണിക്കുന്നത്. ഈ ആമോസിനെ തനിക്ക് ഇതിനു മുമ്പ് പരിചയമില്ലേ? സ്റ്റഡി മെറ്റീരിയൽ ആയിരുന്നില്ലേ? അല്ല സാറേ, ഈ മേരി എന്തിനത് ഒഫീഷ്യലായിട്ട് അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞത്? റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ചാനലിലെ സ്റ്റാഫല്ലേ അവള്. ഓ, നാട്ടുകാർ അറിഞ്ഞിട്ട് എടുത്തിട്ട് ട്രോളുണ്ടെന്ന് വിചാരിച്ചിട്ടാവും.
ഡാനി സാറേ, ആൻറ്റിക് ഷോറൂം പോലെ ഉണ്ടല്ലോ അത്.